ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത് അടാർ രുചിയിലുള്ള ഒരു അടിപൊളി നാടൻ ചിക്കൻ കറിയാണ്. ഇതുണ്ടാക്കാനായിട്ട് നമ്മുടെ കൈകളിലുള്ള ചേരുവകൾ മാത്രം മതി. ഈ കറി എന്തിൻ്റെ കൂടെയും കഴിക്കാം. ചെറിയൊരു ഫംഗ്ഷനൊക്കെ നമുക്ക് ഈ കറി ഉണ്ടാക്കിയാൽ അപ്പത്തിൻ്റെ കൂടെയും ഇടിയപ്പത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാം. പിന്നെ സാധാരണ ഉണ്ടാക്കുകയാണെങ്കിൽ ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയും പൊറോട്ടയുടെ കൂടെയും ഒക്കെ കഴിക്കാം. നാനിൻ്റെ കൂടെയും നമുക്ക് ഈ ചിക്കൻ കറി ഉപയോഗിക്കാം. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. കുഴിയുള്ള ഒരു കടായി ചൂടാക്കി അതിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് ചതച്ച വെളുത്തുള്ളിയും ഇഞ്ചിയും ചേർത്ത് നല്ലതുപോലെ ചൂടാക്കുക. ഇഞ്ചിയും വെളുത്തുള്ളിയും നല്ലതുപോലെ ചൂടാക്കി കഴിയുമ്പോൾ നീളത്തിലുള്ള 2 പച്ചമുളക് 2ആയി കട്ട് ചെയ്ത് ചേർക്കുക. പിന്നെ അതിലേക്ക് കുറച്ച് വേപ്പിലയും കൂടി ചേർത്ത് ഒന്ന് വഴറ്റിയതിന് ശേഷം 2 വലിയ സവാള പൊടിയായി അരിഞ്ഞത് ചേർത്ത് വഴറ്റിക്കൊടുത്ത് നല്ല മുരിഞ്ഞു വരുന്നത് വരെ കുക്ക് ചെയ്യാം. അതിനുശേഷം ഇതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് എരിവ് അറിയാതിരിക്കാനായിട്ട്, 3 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. പിന്നെ 3/4 ടീസ്പൂൺ ഗരം മസാല പൊടിയും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ പച്ചമണം മാറുന്നത് വരെ ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്യാം. അതിനുശേഷം ഇതിലേക്ക് 2 മീഡിയം തക്കാളി പൊടിയായി അരിഞ്ഞ് ചേർക്കണം. കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് തക്കാളി നല്ല പേസ്റ്റ് ആകുന്നത് വരെ വഴറ്റിക്കൊടുത്ത് ഫ്രൈ ചെയ്യാം. തക്കാളിയിൽ നിന്ന് എണ്ണ സെപ്പറേറ്റ് ചെയ്യുന്ന സമയമാകുമ്പോൾ ചിക്കൻ ചേർക്കാം. ഞാനിത് 1 കിലോ ചിക്കൻ കറി കട്ട് ചെയ്തതാണ് ഇതിലേക്ക് ചേർത്തത്. കറിക്ക് ആവശ്യമായ ഉപ്പും കൂടി ചേർത്തിട്ട് മസാലയുമായി ചിക്കൻ നല്ലതുപോലെ മിക്സ് ചെയ്യുക. മസാലയെല്ലാം നന്നായിട്ട് പുരണ്ട് കഴിയുമ്പോഴേക്കും മൂടി വെച്ച് 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ചൂടാക്കാം. 5 മിനിറ്റിന് ശേഷം തുറന്ന് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ചിക്കനിൽ നിന്ന് അല്പം വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായ ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം. ആദ്യം കുറച്ച് ചൂടുവെള്ളം ചേർത്തതിന് ശേഷം ഈ മസാലയുമായി നല്ലതുപോലെ മിക്സ് ചെയ്യാം. മസാലയൊക്കെ നല്ലതുപോലെ വെള്ളത്തിൽ അഴിപ്പിച്ചതിന് ശേഷം ബാക്കിയുള്ള വെള്ളം കൂടി ചേർക്കാം. ചിക്കൻ്റെ മീതെ നിൽക്കുന്ന രീതിയിൽ വെള്ളം ഒഴിക്കണം. ചിക്കൻ വെന്ത് കിട്ടണമല്ലോ. അതിനുശേഷം വീണ്ടും നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് മൂടി വെച്ച് ഒരു 20-25 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വേവിക്കാം. അല്ലെങ്കിൽ ഈ ഗ്രേവിയൊക്കെ നല്ലതുപോലെ കുറുകുന്നത് വരെ വേവിച്ചെടുക്കുക. ഇപ്പോൾ ചിക്കനൊക്കെ നല്ലതുപോലെ വെന്തിട്ടുണ്ട്, ഗ്രേവിയൊക്കെ കുറുകിയിട്ടുണ്ട്. നിങ്ങൾക്ക് എത്രമാത്രം തിക്നെസ് വേണം ഗ്രേവിക്ക് അതനുസരിച്ച് എടുക്കുക കേട്ടോ. പിന്നെ അവസാനമായിട്ട് 1 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്തൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിത് സ്റ്റവിൽ നിന്ന് മാറ്റാം. നല്ല എരിവുള്ള കറികളിൽ അല്പം പഞ്ചസാര ചേർത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇതാണ് നമ്മളുടെ അടാർ രുചിയിലുള്ള നാടൻ ചിക്കൻ കറി.